guys, welcome to EIKV and this is Vishnu. ഇപ്പോൾ ഇല്ലുസ്ട്രേഷനിൽ വിപ്രോ എന്നുള്ള കമ്പനി, അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനിയാണ്. അപ്പോൾ കമ്പനിക്ക് 3 പാക്കേജസ് ഉണ്ട്, സോഫ്റ്റ്വെയർ പാക്കേജസ്. BCE എന്നുള്ള പാക്കേജ് ഉണ്ട്, CE എന്നുള്ള പാക്കേജ് ഉണ്ട്, IE എന്നുള്ള പാക്കേജ് ഉണ്ട്. BCE പാക്കേജ് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനാണ്. CE പാക്കേജ് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന് വേണ്ടിയാണ്. IE എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സിന് വേണ്ടിയാണ്. സമ്മറി ഓഫ് ദി പാക്കേജ് ഓഫ് ദി ഈച്ച് പ്രോഡക്റ്റ്. പാക്കേജ് ഈസ് 2 years. അത് കഴിഞ്ഞിട്ട് വരുന്നത് പാക്കേജിൻ്റെ സെയിൽസ് ക്വാണ്ടിറ്റിയും സെയിൽസ് യൂണിറ്റും എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 yearsൻ്റെ സെയിൽസ് പ്രൈസ് സെയിം ആണ്, സെയിൽസ് ക്വാണ്ടിറ്റി വന്നിട്ട് ഡിഫറൻസ് ആയിട്ട് 2 yearsലും വന്നിട്ടുണ്ട്. അപ്പം അത് 3 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തേക്കുന്ന അമിത് മാനേജർ ഓഫ് ദി യൂണിറ്റ് ആണ്. അപ്പോൾ അമിത് തന്നേക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് അല്ല, അമിത് പ്രിപ്പയർ ചെയ്തേക്കുന്ന സം കോസ്റ്റും റവന്യൂവും തമ്മിലുള്ള ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളാണ് തന്നേക്കുന്നത്. അപ്പോൾ അതിൽ റവന്യൂ വന്നിട്ടുണ്ട്, പിന്നെ റെസ്പെക്റ്റീവ് കോസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിക്കൽ. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസൈനിങ്, മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, കസ്റ്റമർ സർവീസ്. അപ്പോൾ ഇതൊക്കെയാണ് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വരുന്ന കോസ്റ്റ്. അപ്പോൾ ഈ കോസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ റിക്വയർ ചെയ്തേക്കുന്നത് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ കോസ്റ്റിംഗ്, പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഈച്ച് പ്രോഡക്റ്റ്, പിന്നെ ഏതാണ് പ്രോഫിറ്റബിൾ, പിന്നെ ഏതാ പ്രോഫിറ്റബിൾ അല്ലാത്തത് എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ആദ്യം കൊടുത്ത സെക്കൻഡ് ടേബിൾ, ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന സെക്കൻഡ് ടേബിൾ അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് എടുത്ത് എഴുതുക, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് എഴുതുക. അപ്പം ഇപ്പോൾ സൊല്യൂഷനിൽ തന്നേക്കുന്നതിൽ പെർട്ടിക്കുലേഴ്സ് ഉണ്ട്, 3 പാക്കേജസ് ഉണ്ട്. ഇനി പാക്കേജസും ഉണ്ട്, അതിൻ്റെ റെസ്പെക്റ്റീവ് പെർട്ടിക്കുലേഴ്സിലുള്ള റവന്യൂവും അത് കോസ്റ്റ് എഴുതുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലുസ്ട്രേഷനിൽ കൊടുത്തേക്കുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എഴുതുക. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറിലെ സെയിൽസും കോസ്റ്റൊക്കെ തമ്മിൽ സം ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ സെയിൽസും കോസ്റ്റും തമ്മിൽ സം ചെയ്ത് എഴുതാം. സം ചെയ്ത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ പെർസെൻറ്റേജ് എടുക്കുക. ഓക്കെ, സം ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാണുക. ടോട്ടൽ കോസ്റ്റ് കണ്ടിട്ട് ടോട്ടൽ റവന്യൂ എന്ന് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഇയർലി ബേസിൽ വേണമെങ്കിൽ ഇയർലി ബേസിൽ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 years വെച്ചിട്ടുള്ള കോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ 2 yearsൻ്റെ കോസ്റ്റ് എടുക്കുക, എന്നിട്ട് ഇതിൻ്റെ പെർസെൻറ്റേജ് ആക്കുക. പെർസെൻറ്റേജ് ആക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിൽസ് 100% ആക്കുക. അപ്പം ഇപ്പം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് ആണെങ്കിൽ ഇപ്പം 2 കൊല്ലത്തെ ടോട്ടൽ എടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ സെയിൽസ് ചെയ്യുക. അപ്പോൾ കിട്ടും ടോട്ടൽ പെർസെൻറ്റേജ് കിട്ടും. പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ആണ് ചെയ്യേണ്ടത്. എല്ലാ കോസ്റ്റും പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഇവിടെ 14 കിട്ടിയിട്ടുണ്ട്, അതായത് BCE എന്നുള്ള 14 കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ CE എന്നുള്ളത് 16 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ IE എന്നുള്ള പാക്കേജിന് -6 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഈ 3 എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സോഫ്റ്റ്വെയർ പാക്കേജ് എന്ന് വെച്ചാൽ CE ആണ് മോസ്റ്റ് പ്രോഫിറ്റബിളും. അതേപോലെ തന്നെ IE ആണ് ലീസ്റ്റ് പ്രോഫിറ്റബിൾ, അതായത് ലോസ് ആണ് ഇപ്പം അറ്റ് പ്രസൻറ്റ് വരുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.